പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന വ്യാമോഹത്തിൽ അകപ്പെട്ടുപോയ മഴുവന്നൂരിലെ വീട്ടമ്മമാർ അവർ വഞ്ചിതരാകും എന്ന ഘട്ടം വന്നപ്പോഴാണ് പൊതുപ്രവർത്തകരായ ആളുകൾ ഇവിടെയുള്ള എല്ലാവരും ഇടപെട്ട് ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടു. അന്ന് അവർ പറഞ്ഞത് 6 മാസത്തിനകം ഈ തുക മടക്കി നൽകാമെന്നാണ്. പക്ഷേ അന്നത് നിക്ഷേപകർക്ക് അത് താല്പര്യമായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് നിങ്ങൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ആ വിഷയം സജീവമായി ഏറ്റെടുക്കുകയും മഴുവന്നൂരിൽ മാത്രം ആ പ്രശ്നം കൂടി നിങ്ങൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഇവർക്ക് ഇന്ന് പണം തിരിച്ചു കിട്ടാനുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്കല്ല മഴുവന്നൂരിലെ വീട്ടമ്മമാർ പണം അയച്ചത്. അത് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷനിലെ അക്കൗണ്ടിലേക്കാണ് അവർ പണം അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണെങ്കിലും അവരിന്ന് അത് കുറച്ച് പേർക്കൊക്കെ മടക്കി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഇതിൽ ഇടപെട്ട ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനലിനോടും ഈ നാട്ടുകാർക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. അതും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന്ന് തുടർന്ന് പോകണം. എല്ലാവർക്കും ഈ പണം കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. കഴിഞ്ഞ ദിവസം നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത വാർത്ത ഇവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്ക് പൈസ കിട്ടിയെന്ന് അറിവ് എനിക്കെന്തായാലും കിട്ടി. മുഴുവൻ തുകയും കിട്ടി. ഞങ്ങൾക്ക് 2500 രൂപ ഞങ്ങൾ കമ്മീഷൻ കൊടുത്തു, അതും കിട്ടി. വേറെ 60,000 രൂപ ചെക്കായിട്ട് കിട്ടുകയും ചെയ്തു. തീർച്ചയായിട്ടും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും എൻ്റെ മാത്രമല്ലല്ലോ, നമ്മുടെ ഇത്രയും ഒരു 147 പേരുടെ പൈസ പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലായിരുന്നു എല്ലാ ആൾക്കാരും. എന്തായാലും എല്ലാവർക്കും സന്തോഷമായി. ഒട്ടുമിക്ക ആൾക്കാർക്കും കൊടുത്തു എന്നാണ് അറിവ്. ഇനിയിപ്പോൾ വളരെ അതെ തീർച്ചയായിട്ടും എല്ലാവരും ഈ സ്വർണ്ണം പണയം വെച്ചും പഴയ സ്കൂട്ടർ വിറ്റും അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയി അടച്ചിരുന്ന പൈസ. ഇവിടെ വാര്യർ ഫൗണ്ടേഷനെ വിശ്വസിച്ചാണ് ആളുകൾ പണം നൽകിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ അനന്തകൃഷ്ണൻ വാര്യർ ഫൗണ്ടേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്? വാര്യർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതിനെ സഹകരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നത് ഇതിനെപ്പറ്റി അറിയിച്ചത് ആനന്ദകുമാർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹവും ഈ സങ്കല്പത്തിൽ നല്ലതാണെന്ന് വിചാരിച്ച് തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളും അതിൽ ഭാഗമായി. ഞങ്ങൾ ഏതാണ്ട് ജൂൺ മാസത്തിൽ തന്നെ ഏതാണ്ട് മനസ്സിലായി അത് ശരിയാവില്ലാണ്. പക്ഷേ ഞങ്ങൾ അവരോട് അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ എല്ലാത്തിനും നമ്മൾ സഹകരിച്ചും കൊണ്ട് മുന്നോട്ട് പോയി എന്തെങ്കിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ നന്നായില്ലെന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ 50% മടക്കി തരും, എന്നാൽ പാവങ്ങൾക്ക് മടക്കി കൊടുക്കാൻ. അതൊന്നും വേണ്ട, ഞങ്ങളെ തരുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ കൽപ്പിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് ശരിയാവില്ല എന്നുള്ളത്.